या देवी सर्वभू പ്രേമരൂപേണ സംസ്ഥിത. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചതും വിളക്കൊഴുക്കുന്നതും ഒക്കെ ഒരു കല്യാണ പന്തല് മോഹിച്ചല്ലേ? ഈ കല്യാണരാമന്റെ പ്രണയം തുടങ്ങുന്നത് തന്നെ ഒരു കല്യാണ പന്തലിൽ നിന്ന്. എന്താ ഇത്? അഹമ്മതി കാണിച്ചിട്ട് ചിരിക്ക. സോറി. എന്ത് സോറി? കുട്ടികളായാൽ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. അതിനെനിക്ക് കുട്ടികളായിട്ടല്ലോ. അതല്ല, പെൺകുട്ടികളായാലും ഇതുപോലെ ലോറി പായണ പോലെ കിടന്ന് പായാൻ പാടില്ല. അതിനാ സോറി പറഞ്ഞില്ലേ? എന്ത് തോന്നിയ മേടിച്ചിട്ട് സോറിയോ? സായിപ്പന്മാരൊരു വാക്ക് കണ്ടുപിടിച്ചു സാരി സാരി സാരി. പിന്നെ ഞാൻ വേണ്ടി ഇയാളുടെ കാല് പിടിച്ചു തരണോ? അതെ, എന്താ ഇവിടെ പാചകത്തിന് വന്നിരിക്കുന്ന ആളല്ലേ, എന്നിട്ട് ഇത്ര വാചകം. ഇയാൾ കലാരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. കല്യാണ വീട്ടിൽ കാര്യസ്ഥനാവാൻ നോക്കണ്ട. ഇവിടെ ഉള്ള പെൺകുട്ടികൾ ഭരിക്കാനും വരണ്ട. മനസ്സിലായോ? കല്യാണത്തിന്റെ കോൺട്രാക്ട് ഏറ്റെടുക്കുകയാണെങ്കിലേ ചെക്കനെയും പെണ്ണിനെ ഒപ്പിച്ചു കൊടുക്കുന്നു ചോദിച്ചില്ലേ? ഇപ്പൊ എന്തായി? നല്ല മണിമണി പോലത്തെ ഡോക്ടർ ചെക്കനെ ഞങ്ങൾ ഒപ്പിച്ചെന്നില്ലേ? ശരിയാ. ഈ കല്യാണം കൂടി നടന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ചേച്ചിയുടെ കണ്ണിൽ നിറയുന്ന എനിക്ക് ഏറ്റവും സങ്കടം. ആ ചേച്ചിക്ക് നല്ലൊരു ജീവിതം തിരിച്ചു കിട്ടിയത്. ഈ നന്ദിയും കടപ്പാടൊക്കെ എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാകും. എന്താ കുട്ടിയത്? അയ്യേ, കുട്ടി എന്നെ തുറച്ചോളൂ. ഇതൊക്കെ ഞാൻ കുട്ടിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മനുഷ്യനല്ലേ മനുഷ്യനെ മനുഷ്യനാക്കാൻ പറ്റൂ. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടിയോ ഒന്നും ആവശ്യമില്ല. അയ്യടാ, ഇയാളോട് നന്ദി പറ. ഇയാൾ എന്തേ ചെയ്ത്? ആ സമയത്ത് എന്റെ ചേച്ചി സ്വീകരിക്കാൻ മനസ്സിലായ ഡോക്ടറിനോട് ഞാൻ നന്ദി പറഞ്ഞത്. ഇയാളെ സൗകര്യം പോലെ അതങ്ങ് അറിയിച്ചാ മതി. പോട്ടെ ദഹനക്കാരാ. ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ. തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ. കരിമുകിൻ ജനലഴിയിൽ ഈ കൺമണിയെ നോക്കരുതേ. ഇന്നതിന്നാർക്ക് ചേരണമെന്നത് വിധിയുടെ വിളയാട്ടം. കല്യാണത്തിന്റെ തലേന്ന് പോലും നിന്റെ ഒന്നും മനസ്സ് ശുദ്ധമല്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇവന്റെ കൂടെയുള്ള അഴിഞ്ഞാടലിൽ നിർത്താറായില്ലെന്ന് എനിക്കിനി. എന്റെ രാമൻകുട്ടി, എന്റെ പിങ്ങിനൊക്കെ വേണ്ട, ന്യായീകരണങ്ങളൊന്നും വേണ്ട. എനിക്കെല്ലാം മനസ്സിലായി. നിനക്ക് സ്നേഹിക്കാൻ ഒരാള്, കല്യാണം കഴിക്കാൻ വേറൊരാള്. എന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത രാമൻകുട്ടിയെ ഇനി നിർബന്ധിക്കരുത്. എനിക്കിനി വിവാഹം വേണ്ട. ഞാൻ എന്റെ ജീവനേക്കാൾ സ്നേഹിച്ച രാമൻകുട്ടിയല്ല ഇപ്പൊ എന്റെ കൺമുന്നിൽ നിൽക്കുന്നത്. രാമൻകുട്ടി പോയിക്കോളൂ. ഇനി ഒരിക്കലും എന്റെ കൺമുന്നിൽ വരരുത്. ഒരിക്കലും. ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെ ഭാവിയും വിധിയൊക്കെ നിർണയിക്കുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ഞങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഒന്ന് കണ്ണടച്ചു. അവള് അമ്മയായി, മുത്തശ്ശിയായി, മുതുമുത്തശ്ശിയായി. എന്നിട്ടാ മുത്തശ്ശി എവിടെ? ഞങ്ങളൊന്ന് കാണട്ടെ. ആ മുത്തശ്ശി കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ. കരളിലെ മോഹം തളിരണിയാന അവരിരു പേരും തപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. നന്നായിട്ട് പെർഫോം ചെയ്ത്. എപ്പോഴും കരിഷ്മയുടെ ഫസ്റ്റ് എപ്പിസോഡിൽ കരിഷ്മ പെർഫോം ചെയ്തപ്പോൾ ഇതുപോലെ
ഭയങ്കര ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ചെയ്യുക. നല്ല പെർഫോമൻസ് ആയിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു, നന്നായിരുന്നു. വിവേകേട്ടാ? ഭയങ്കര രസകരമായിട്ട് തോന്നി. കാരണം എല്ലാ ഇതിലും ഒരു വിഷമിക്കുന്ന ഒരു സംഭവം കാണും, പിന്നെ അതിലൊരു കോമഡിയും കാണും. അപ്പോൾ ഇതെല്ലാം നന്നായിരുന്നു. പിന്നെ ഇത് ഈ സമ്മതിക്കണം കേട്ടോ, ഇത്രയും ഡയലോഗ് കാണാതെ പഠിച്ച് ആ കറക്റ്റ് ടൈമിന് വരുമ്പോഴത്തേക്കും നമ്മളൊക്കെ മറ്റേ ഡബ് സ്മാഷ് ചെയ്യണത് പോലെ അല്ല ഇത് കറക്റ്റ് ആ ഡയലോഗ് ഫുൾ കാണാതെ പഠിച്ച് ആ കറക്റ്റ് ടൈമും ആ ടൈമിങ്ങും തെറ്റാതെ കറക്റ്റാണ് പറഞ്ഞ് ഭയങ്കര നല്ല ടാലൻ്റാണ്. സമ്മതിച്ചു. ഒരു ആഗ്രഹമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തു, ഈ പ്രാവശ്യം സൗഭാഗ്യ ദിലീപായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഡബ് സ്മാഷ് ക്വീനായ സൗഭാഗ്യ തന്നെ ഇത്. വെൽക്കം. എന്താണ് അപ്പഴേ വരണ്ടേ ഓടിച്ചാടി സ്റ്റേജിലേക്ക്? എന്താ ഇത്? അഹമ്മതി കാണിച്ചിട്ട് ചിരിക്ക. സോറി. എന്ത് സോറി? കുട്ടികളായാൽ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. എനിക്ക് കുട്ടികളായിട്ടില്ലല്ലോ. അതല്ല, പെൺകുട്ടികളായാലും ഇതുപോലെ ലോറി പായണ പോലെ കിടന്ന് പായാൻ പാടില്ല. അതിനാ സോറി പറഞ്ഞില്ലേ? എന്ത് തോന്നിയ മേടിച്ചിട്ട് സോറിയോ? സായിപ്പന്മാരൊരു വാക്ക് കണ്ടുപിടിച്ചു സാരി സാരി സാരി. പിന്നെ ഞാൻ തേടിയാണ്ട് കാല് പിടിച്ചു തരാണോ? അതെ, എന്താ ഇവിടെ പാചകത്തിന് വന്നിരിക്കുന്ന ആളല്ലേ, എന്നിട്ട് ഇത്ര വാചകം. ഇയാൾ കല്യാണയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, കല്യാണ വീട്ടിലെ കാര്യസ്ഥനാവാൻ നോക്കണ്ട. ഇവിടെ ഉള്ള പെൺകുട്ടികളെ ഭരിക്കാനും വരണ്ട, മനസ്സിലായോ? കല്യാണത്തിന്റെ കോൺട്രാക്ട് ഏറ്റെടുക്കുകയാണെങ്കിലേ ചെക്കനെയും പെണ്ണിനെ ഒപ്പിച്ചു കൊടുക്കുന്നു ചോദിച്ചില്ലേ? ഇപ്പൊ എന്തായി? നല്ല മണിമണി പോലത്തെ ഡോക്ടർ ചെക്കനെ ഞങ്ങൾ ഒപ്പിച്ചെന്നില്ലേ? ശരിയാ, ഈ കല്യാണം കൂടി നടന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ചേച്ചിയുടെ കണ്ണിൽ നിറയുന്ന എനിക്ക് ഏറ്റവും സങ്കടം. ആ ചേച്ചിക്ക് നല്ലൊരു ജീവിതം തിരിച്ചു കിട്ടിയത് ഈ നന്ദി കടപ്പാടൊക്കെ ഇന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. എന്താ കുട്ടിയത്? അയ്യേ, കുട്ടി എന്നെ തുറച്ചോളൂ. ഇതൊക്കെ ഞാൻ കുട്ടിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മനുഷ്യനല്ലേ മനുഷ്യനെ മനുഷ്യനാക്കാൻ പറ്റൂ. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടിയോ ഒന്നും ഒരു ആവശ്യമില്ല. അയ്യടെ, ഇയാളോട് നന്ദി പറയുക. ഇയാൾ എന്തേലും ചെയ്ത് ആ സമയത്ത് എൻ്റെ ചേച്ചി മനസ്സിലായ ഡോക്ടറിനോട് ഞാൻ നന്ദി പറഞ്ഞത്. ഇയാള് സൗകര്യം പോലെ അതിങ്ങനെ ചെന്ന് അറിയിച്ചാൽ മതി. പൊട്ടി ദഹിണക്കാരാ. ഇപ്പൊ ഭയങ്കര അൺപ്ലാൻഡ് ആയിട്ടല്ലേ ചെയ്തത്. എനിക്ക് ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് ശരിക്കും പ്ലാൻ ചെയ്ത് ഒരു ഡബ് സ്മാഷ് ലൈവ് സ്റ്റേജിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, പെർഫോമൻസ് മോളെ ലാസ്റ്റ് ടൈം പോലെ തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഇനി പുതിയ പുതിയ വാക്കുകൾ കണ്ടുപിടിക്കാനിരിക്കുന്നു. മോൾ എടുക്കുന്നതെല്ലാം നല്ല രസമായിട്ടുണ്ട്. കാരണം അതിൻ്റെ അകത്ത് എല്ലാ എലിമെൻസും കൊണ്ടുവരുന്നുണ്ട്. വിഷമം, കോമഡി ആണെങ്കിലും ഒരു റൊമാൻസ് എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഇത് എവിടെ നിന്നാണ് ഈ ഐഡിയാസ് കിട്ടുന്നത്? അതായത് ഈ സീനിലെല്ലാം കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ജമ്പ് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഇത് എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതായത് ആ ഒരു ട്രാവൽ നല്ലോണം കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെ ഈ ഐഡിയ കിട്ടണേ? ദൈവത്തിൻ്റെ അനുഗ്രഹം. വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ടാണ് ആ എഡിറ്റ്, നന്നായിട്ടുണ്ട്. ഡാൻസ് ആരാ പഠിപ്പിച്ചേ മോള്? ആണോ? അമ്മ ഡാൻസറാണ്? ഞാൻ കുറച്ച് ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആണല്ലേ? എനിക്ക് ഞാൻ അമ്മു ഇങ്ങനെ പറയാം, യു ലുക്ക് വെരി പ്രിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഡാൻസറിൻ്റെ ഫേസ് ഉണ്ട് മോളുടെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഗസ് ചെയ്തു അമ്മയായിരിക്കണം മോൾക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തതെന്ന് വിചാരിച്ചു. ഒരു പെർഫോമൻസ് അങ്ങനെ ആവട്ടെ, അമ്മയും മോളും കൂടി ഒരു അമ്മ ഒരു ഗസ്റ്റ് റോളിൽ അപ്പിയർ ചെയ്യട്ടെ സ്റ്റേജിൽ. ഓക്കെ, വി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. എനിക്ക് ഒന്നും പറയാനില്ല, എല്ലാം ചേട്ടനും ചേച്ചിയും പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാൻ പുതിയതായിട്ട് ചേച്ചി പറഞ്ഞ പോലെ പുതിയ വാക്കുകളൊക്കെ കുറച്ച് വാക്കുകൾ വേണേ കടമെടുത്തു, കൊടൂരമോ അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എപ്രാവശ്യത്തെയും പോലെ ഭയങ്കര ടാലന്റഡ് ആണ് കരിഷ്മ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് തന്നെയാണ് തിരിച്ചും പറയാൻ തോന്നുന്നത്. ബിക്കോസ് ഇത്രയും ഡയലോഗ്സ് ഓർത്ത് പറയാന്ന് പറയുന്നത്, അതും ആ ടൈമിങ്ങിൽ പറയാ, അതേ നവ്യ ചേച്ചിയുടെ അതേ ആറ്റിറ്റ്യൂഡ്, പോട്ടെ ദഹനക്കാരെന്നൊക്കെ പറയുന്ന ഡയലോഗ് എക്സാക്റ്റ് ആയിരുന്നു. അപ്പോൾ യു ആർ എ ബ്രില്യൻറ്റ് ഫാൻ ഓഫ് ഹേഴ്സ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നെക്സ്റ്റ് റൗണ്ടിൽ ഇതിനും കടത്തി വെട്ടണം. ഓക്കെ, ശരിക്കും യഥാർത്ഥ ഫാൻ എന്നൊക്കെ പറയുന്നത് ഇതാണ്. കറക്റ്റ് ആ ഡയലോഗ് വരെ കാണാതെ പഠിച്ച് പറയണം. സമ്മതിച്ചു കേട്ടോ. ഹാറ്റ്സ് ഓഫ്. അമ്മയ്ക്കും അമ്മമ്മയ്ക്കാണ് ഒരു സ്പെഷ്യൽ താങ്ക് യു. മോളെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ഞങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യണേന്. ഇത് നേരത്തെ ഇത് അകത്ത് പോയപ്പോഴത്തേക്കും ഈ മറ്റേ മുത്തശ്ശിയുടെ ഡ്രസ്സൊക്കെ മാറാനായിട്ട് അതെ, എങ്ങനെ ഇത്ര ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്തു? ഒറ്റയ്ക്ക് ചെയ്തോ? അല്ല, എൻ്റെ ആന്റി അങ്കിളും സഹായിച്ചു. അവരായിരുന്നു. ആന്റി അങ്കിളും വന്നിട്ടുണ്ടോ? എവിടെ?
ഓക്കെ അപ്പൊ 5 മിനിറ്റ്സിൽ നിങ്ങളാണ് റെഡിയാക്കി ആ ഒരു ഓൾഡ് ഗെറ്റപ്പിൽ എത്തിച്ചത് അല്ലേ? എന്താ പേരെന്താ? അർജുൻ. അർജുൻ. ശ്രദ്ധ. ശ്രദ്ധ. ഓക്കെ. ബട്ട് ഇറ്റ്സ് സോ ഗുഡ്. ഒരു ഫുൾ ഫാമിലി സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഇത്രയും മെനക്കെട്ട് നിങ്ങൾ വന്ന് നിന്ന് ചെയ്യുന്നത് ഐ തിങ്ക് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ഇങ്ങനെ ഒരു ഫാമിലി തീർച്ചയായും അത് ടാലന്റ് ഉണ്ടെങ്കിൽ സപ്പോർട്ടിന് ആൾക്കാർ എവിടുന്ന് എത്തും. ഇനി വരാൻ പോകുന്ന പെർഫോമൻസസും ഇതേ സ്പിരിറ്റ് കീപ്പ് ചെയ്ത് ഇതുപോലെ നമുക്കൊക്കെ ഗൂസ് ബംസ് ഒക്കെ ഉണ്ടാക്കണ പോലെ തന്നെ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.